ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ഉലകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. എവിടേക്കാന്ന് ഇപ്പോൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൊല്ലങ്കോട് പോവാണ്. ഞങ്ങൾ സിബ്ലിങ്സ് മാത്രം, ഒരാളധികം പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, എവിടെ ആക്കാൻ പറ്റാത്ത കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയാണ് ഈ കൊല്ലങ്കോട്. നമ്മൾ 4 പേരും മാത്രമായിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. ഇന്നാണ് ആ സുദിനം. എല്ലാവർക്കും ഒഴിവും എല്ലാവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് പോകുന്നത്. നമ്മളൊരു സാറ്റർഡേ ആണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒഴിവാണ്, ഞങ്ങൾക്ക് 3 പേർക്ക് പിന്നെ എപ്പോഴും ഒഴിവാണ്. അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതൊരു കിടലും വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ മോർണിംഗ് ഭയങ്കര നേരത്തെ ആയിട്ട് നമ്മൾ പോയത്. 7 മണിക്ക് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ ഒക്കെ ഉള്ളൊരു യാത്ര, അത് നല്ല രസമാണ്. എവിടെ തീടി? പാലക്കാട് എത്തി. ഞാൻ കൊല്ലങ്കോട് എവിടേക്കൊന്നും നെല്ലിയാമ്പതി പോയിട്ട് കണ്ടു തുടങ്ങി. പാലക്കാട് ഇവര് ഇങ്ങനെ പിന്നെ ഇപ്പം പാട്ട് കോപ്പറേറ്റ് വരുന്ന അപ്പോൾ പാട്ടൊക്കെ പാടി ചില്ലായി ഞങ്ങൾ പോവാട്ടാ. ഞങ്ങൾ 4 പേരുള്ള യാത്ര സൂപ്പറായിരുന്നു കേട്ടോ. വേറെ ആരുമില്ല, പിള്ളേർ ഇപ്പം മിഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മിഴീനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ പാട്ടും വർത്താനം ഒക്കെ പറഞ്ഞടിച്ച് പൊളിച്ചൊരു യാത്ര കേട്ടോ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയുണ്ട് കേട്ടോ. തന്നെ ഒരു ട്രിപ്പ്. ഞങ്ങൾ അച്ഛനെ നല്ലോണം മിസ് ചെയ്തു. ഞങ്ങൾ ഓരോ സ്ഥലം കാണുമ്പോൾ അച്ഛനെ മിസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ വലിയ യാത്രകൾ പോകാനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അച്ഛന് അങ്ങനെയല്ല. അച്ഛനങ്ങനെ സ്ഥലങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ അച്ഛനെന്താ കൊണ്ടുപോകാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അച്ഛനമ്മേനും കൊണ്ടുപോകാത്തത്. പക്ഷെ ഞങ്ങൾ ഇനി പോകുന്നുണ്ട്. അച്ഛനമ്മേനും ചേട്ടന്മാരും എല്ലാവരും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങള് കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്ത ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അതെയാ, ഇവിടെ എപ്പോഴാണ് അമ്പലം കണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ എവിടെയാണെങ്കിലും പോവാൻ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഇവിടേക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പാമല സുബ്രഹ്മണ്യ ക്ഷേത്രം വഴി ഇത്തിരി പൊട്ടാണ്. പിന്നെ ഞങ്ങളിന്ന് 3 പേര് സാരിയാണ് എടുത്തേക്കുന്നത്. മുണ്ടെടുത്തില്ല. പാലക്കാട് സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നീ തൃശ്ശൂർ എവിടെ സ്ഥലം വാങ്ങിച്ചോന്ന്. പാലക്കാടുള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്യൂ. നമ്മളെ കാണുമ്പോ നമ്മളെവിടേക്കെങ്കിലും പോകുമ്പോ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാര് പെട്ടെന്ന് നമ്മളെ നോക്കി നമുക്ക് ഭയങ്കര സന്തോഷാവും അല്ലേ? അല്ലേ? അല്ലല്ല കൊടി കൂടി പിടിച്ച സൂപ്പറായി. കൊടി കൂടി പിടിച്ച. അപ്പം നമ്മൾ ആ കുഞ്ഞിരാമായണമൊക്കെ സിനിമയിൽ കാണുന്ന അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്. അതിൻ്റെ താഴെയായിട്ടത് ഒരു കുറേ പാറകളുടെ മുകളിലാണ് കേട്ടോ അമ്പലം. പക്ഷെ കയറാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഇങ്ങനെ നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന പാറയാണ്. അതായത് വലിയ കുത്തനെയുള്ള പാറയല്ല. അത് കാരണം നമുക്ക് സിമ്പിളായിട്ട് കയറാം. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് സാരി എടുത്തിട്ടായിരുന്നു. അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മളിപ്പോഴേ കുഞ്ഞിരാമായണം സിനിമ ഷൂട്ട് ചെയ്ത അമ്പലമില്ലേ, ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണുന്നത് ആ അമ്പലത്തേക്ക് കേട്ടോ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോണ വഴിയിലാണ് ഇത് കണ്ടത്. അപ്പൊ ചേച്ചി പറയേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കേട്ടാ. കാര്യം എടുത്തിട്ട് ഇത്തിരി പ്രശ്നമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ഫോണൊക്കെ ഒന്നും എടുക്കാണ്ട്
ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാണ്ട് ആദ്യം നമ്മൾ കുറച്ച് നേരം ശാന്തമായിട്ട് ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കണമെന്ന് തോന്നട്ടെ. കാരണം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് മെയിൻലി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോരുമ്പോഴാവും നമ്മൾ അയ്യോ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നിയത്. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചേച്ചി ഇന്ത്യച്ചും അന്നയും. ഞാനും മുത്തച്ചിയും ഏതാണ്ട് സെയിമാണ്. അവർ രണ്ടുപേരും നന്നായി ആസ്വദിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ നമുക്ക് വ്ളോഗൊക്കെ എടുക്കേണ്ട കാരണം കൂടിയാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വ്ളോഗ് എടുക്കേണ്ട കാരണമാണ് നമ്മളെപ്പോഴും ഫോൺ പിടിച്ചിട്ടിരുന്നത് കേട്ടോ. അനേനെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ഫോട്ടോ എടുക്കണത് കേട്ടോ. അവനെ ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല, അവൻ എടുക്കണില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ ഞങ്ങൾ 3 പേരണിച്ച മാറി മാറി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നിർബന്ധിച്ച് അവനവിടെ നിർത്തി ഫോട്ടോ എടുത്തതാണ്. അച്ഛൻ ഈ സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഓരോ സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, ഇതൊക്കെ അച്ഛന് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പോണ വഴിയിലുള്ളതാട്ടോ ഇത്. നമ്മുടെ സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പം നമ്മൾ പോണ വഴിയിൽ ഇങ്ങനെ കൊക്കൊക്കെ പറക്കണ കണ്ടപ്പോൾ മിഴിക്ക് അവിടെ ഇറങ്ങണം. ഇങ്ങനത്തെ അവളുടെ വാശികൾക്കൊക്കെ അവൾ ഇന്ദുമ്മേനെ പിടിക്കും. കാരണം ഇന്ദുമ്മ ഈ വാശിക്കൊക്കെ നിൽക്കേ, അത് കാരണം ഇന്ദുമ്മേനെ വിളിച്ചിറങ്ങി അവള്. പൂരത്തിനൊക്കെ ഉണ്ടാക്കും. അത് ടേസ്റ്റ് പാലക്കാടൻ കുക്കുവട. പിന്നെ ഈ സാധനം ഞങ്ങളുടെ അവിടെ പറഞ്ഞ ചുക്കുണ്ടാന്നാ. ഇവിടെ തൊട്ട് ഒരു വേറെ ഉപ്പിട്ടത് എന്താ പറഞ്ഞു. നമ്മൾ ഉപ്പിടുന്നില്ലേ, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്തു സൂപ്പർ. നിർത്താൻ പറ്റില്ല. പോണ വഴി ഇത്തിരി വശ കേട്ടാ. കൊല്ലം കൂടി ഞങ്ങൾ ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കട അന്വേഷിച്ചു പോണ. ചെല്ലച്ചേട്ടന്റെ ചെല്ലപ്പല്ലേ ചെല്ലച്ചേട്ടന്റെ ചായക്കടയിൽ ഒരു ഉഴുന്നുവടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കാലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അത്ര നേരത്തെ ഇറങ്ങിയതാ. ഉണ്ണിയുണ്ട്, മിഴിയുണ്ട്. മിഴി കുറച്ച് ഇഡ്ഡലി കഴിച്ചു. മിഴി പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പഴം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. മിഴി സെറ്റാണ്. എന്നാലും മിഴിക്ക് കൊടുക്കണം. കുറച്ചു നേരം ഉറങ്ങി ആള്. ഇപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഞാൻ ഇല്ല ഒരു വഴി ഏതോ ചായക്കടയാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലഞ്ചേൻ്റെ ചായക്കടയിൽ അവിടെ എത്തിയിട്ടാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാട്ടാ ഇവിടുത്തെ കാര്യം. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ചോദിച്ച് വന്നതാണ്. പ്ലാൻ ചെയ്ത് വന്നതല്ല, പകുതി എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷെ എന്തായാലും നന്നായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ ഇഡ്ഡലിയും ഉഴുന്നുവടയാണ് കഴിച്ചത്. ഒരു കുഞ്ഞൊരു സ്പേസാണ്, കുഞ്ഞൊരു സ്ഥലമാണ്. അവിടെ 2 ബെഞ്ച് ഇട്ടിട്ടുള്ളൂ ഇരിക്കാനായിട്ട്. പക്ഷെ അവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറേ ആളുകൾ വരുന്നു, പോകുമ്പോഴും അതേ വരുന്നുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതേപോലെ തന്നെ ചെല്ലഞ്ചേട്ടനെയും ഭാര്യയും അവരെയൊക്കെ കണ്ടു. നല്ല സ്നേഹമുള്ള ആൾക്കാരായിട്ട് അത് നന്നായിട്ട് സംസാരിച്ചു നമ്മുടെ അടുത്ത്. നമുക്ക് പേടിയുണ്ടായിരുന്നു ഫുഡ് എങ്ങനെയാവുന്നു, പക്ഷെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് അവിടെ ഫോണിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി പോകുന്നുണ്ട്. പക്ഷെ കോട നിറഞ്ഞിട്ട് മഞ്ഞ് നിറഞ്ഞിട്ട് ഒന്നും കാണാനായിട്ടില്ല. വെള്ളമൊക്കെ കാണുന്നതൊക്കെ വെള്ളച്ചാട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത സ്ഥലത്തെത്തിയിട്ടാ നമ്മൾക്ക് പോണതൊക്കെ നമ്മൾ ഫോണിലൊക്കെ നോക്കിയിട്ട് എവിടെയാണ് നല്ല സ്ഥലങ്ങൾ ഉള്ളത് നോക്കിയിട്ടാണ് പോണത്. പിന്നെ നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങനെ ടൂറ് പോണതിൻ്റെ ഈ സ്ഥലങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഏതൊക്കെ നല്ല സ്ഥലങ്ങളെന്നും എല്ലാത്തിനെയും കുറിച്ച് നല്ല അറിവുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ കുറേ യാത്രകൾ ചെയ്യാറുള്ളതാണ്, ചേട്ടനും അവരൊക്കെ ആയിട്ട്. പിന്നെ അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാരണം അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എടുത്ത് സൂക്ഷിക്കണ കളം. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ തുറന്നിട്ടൊന്നുമില്ല. ബാക്കിൽ കണ്ട ആ മല കാണുന്നത് ഇപ്പൊ മഞ്ഞ് കോട നിൽക്കണ കാരണം കാണാനില്ല. അതാണ് നെല്ലിയാമ്പതി. ആ മലനിരകള് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിട്ട് ബാക്കിൽ കൂടെ നല്ല രസമുണ്ട് കാണാം. പക്ഷെ ഈ അവിടേക്ക് ഉണ്ടല്ലേ, അത് നമുക്ക് മുഴുവൻ നെല്ലിയാമ്പതിയാ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പുറത്തൊക്കെ നല്ല വ്യൂ ഒക്കെ കണ്ടു. പിന്നെ ഇതെന്താ പനക്കൽക്കണ്ടും ശർക്കരയൊക്കെ ആട്ടോ നമ്മൾ വാങ്ങിച്ചു. നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള സ്ഥലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. ഭയങ്കര നല്ല സ്ഥലമായിരുന്നു കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര കാറ്റും
ഒക്കെ ആയിട്ട് അതിലിങ്ങനെ ആ മലകൾ ഇങ്ങനെ കാണാം. കോട നിറഞ്ഞിട്ട് പകുതി കാണില്ല, ചെറിയൊരു ഷെയ്ഡ് പോലെ കാണുള്ളൂ. മിഴി ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ആള് സ്വഭാവം മാറി. കാരണം ആൾക്ക് ആ പാടത്തിറങ്ങണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കട്ടാ. എന്നിട്ട് ഞാൻ ആ പാറപ്പുറത്തിരുന്നു. ഇവർ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ പോയി എടുത്തു. എനിക്ക് വയ്യാണ്ടായി നടന്നിട്ട്. ഞാനും മിഴി അവിടെ ഇരുന്നിട്ട് കളിക്കാട്ടാ. പിന്നെ നല്ല വെയിലും. സീതാർകുണ്ട് കാണുന്ന വീഡിയോ നമ്മൾ ഇത്ര മുകളിലേക്ക് കയറിയിട്ട് പോലെ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടാ. അവിടെ നിന്ന് നമ്മൾ ഒരു ജ്യൂസൊക്കെ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു കേട്ടാ. ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം, കൊല്ലംകോട്. ആല് കണ്ടു. ഒരു ആലുമെന്നാണ് ഇത്. ആല് കാണിക്കും. ആ വലിയ ആലുമെന്നാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കണത്. അതിനെ വെറുതെ ഇരിക്കുന്ന പട്ടിനെ കിട്ടിയ എല്ലാവർക്കും ഉണ്ട്. മുത്തുമ്മേനെ മാത്രം ആവശ്യമുള്ള പ്രത്യേക സ്ഥലത്തേക്ക് കളിപ്പാട്ടങ്ങള് കടകള് പുത്തമ്മേനെ കൊണ്ട് വന്നത് എവിടേക്കാ? എന്നിട്ട് കാണിച്ചു നോക്കണത് എന്തൊരു തോക്കാ. ഈ തോക്ക് പുത്തമ്മ പുത്തമ്മ എന്ന് പറഞ്ഞ നീട്ടണ കണ്ടു. തോക്ക് പറയുന്നുണ്ട്. ഇതാ അത് വേണ്ട, അത് വേണ്ട. മേത്തോ. അപ്പം മിഴി പുത്തുമ്മേനെ കൊണ്ടുപോയത് കണ്ടില്ലേ? വാങ്ങിയതൊക്കെ വാങ്ങിക്കാനാണ്, വേറെ എന്തിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആള്. അത് കഴിഞ്ഞിട്ട് കളിക്കണത് ഇന്തൊമ്മയും. ഇന്തൊമ്മയ്ക്ക് അനിച്ചിട്ടുണ്ടെങ്കിൽ മിഴീനെ കുറച്ചിങ്ങനെ ചൂടാക്കണത് ഇഷ്ടമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകുന്നുണ്ട് കേട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തൊഴാനൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ തൊട്ടിലൊക്കെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ല വഴിപാടുകളൊക്കെ ഉണ്ടാവുന്നു. എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രതിഷ്ഠയും പിന്നെ ക്ഷേത്രം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അവിടുത്തെ പ്രതിഷ്ഠയ്ക്കും എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള പോലെ കേട്ടാ. നല്ല രസമുണ്ട്, അവിടുത്തെ വൈബൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കൂടി ഇരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല സ്ഥലമായിട്ട് അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് എല്ലാവരും കൊല്ലംകോട് പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കണ ഒരു സ്ഥലമായിട്ടത്. അവിടേക്കാണ് കേട്ടോ പോകണം. ആ വെയില് കൊള്ളോ. ആ ഇപ്പൊ ലുക്കായി നല്ല രസമുണ്ട്. നമ്മൾ ലാസ്റ്റ് വന്നത് ആണ് ഈ സ്ഥലത്തിലേക്ക് കേട്ടാ. നമ്മൾ വരുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമായിരുന്നു. കാരണം നമ്മൾ അത്ര സമയം ഇവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുമ്പോൾ എന്നെ ഇരുന്ന് ട്രോളാണ്, ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അനേരം ചെറുത് ഒരു ഫോട്ടോ എടുത്തത്. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിഴി അണിച്ചിട്ടുണ്ടെങ്കിൽ വെയിലാന്ന് അറിഞ്ഞിട്ടാണോ എന്താണോ നോക്കടാ ടർക്കി ഇടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവൾ തന്നെ ഇട്ടിട്ട് നിൽക്കണതാട്ടാ ടർക്കി ഇട്ടിട്ട്.
ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ തല്ല് കൂടരുതെന്ന്. കാരണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ തല്ലൂട്ടും തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തല്ലുകൂടും. ഇപ്പോഴും ഞങ്ങൾ തല്ലുകൂടും. ഇപ്പം എല്ലാവരും പറയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയൊന്നല്ല. ഞങ്ങൾ കല്യാണം കഴിയണേക്കാളും മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സ്നേഹവും തല്ലൂട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോണേക്കാളും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തല്ലുകൂടരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുതെന്ന്. അതുപോലെ തന്നെ ഈ വട്ടം തല്ലൊന്നും കൂടിയില്ല. തല്ലുകൂടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാട്ടത്. നമ്മളെല്ലാവരും ഈ ചേച്ചിമാരും അനിയന്മാരൊക്കെ ആകുമ്പോൾ തല്ലുകൂട്ടമൊക്കെ ഉണ്ടാവും എല്ലാവരുടെ ഇടയിലും. അതപ്പം തന്നെ സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്പം തന്നെ സോൾവ് ചെയ്യാറുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും ഞങ്ങൾ തല്ലുകൂടുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളെപ്പോഴും ഡെയിലി ഒരു 3-4 വട്ടമൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും പിന്നെ ഇങ്ങനെ നെൽകൃഷിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു സന്ധ്യ സമയത്തായിരിക്കും അവിടെ കൂടുതൽ ഭംഗി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഫുഡ് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് ഏത് സ്ഥലമൊന്നും ഞങ്ങൾ പറയണില്ല. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഫ്ലോപ്പ്. നമ്മൾ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഈ ഫുഡ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഈ നൂഡിൽസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും മാത്രം പൈസ വാങ്ങിച്ചുള്ളൂ. കറി കണ്ടില്ല. ഇങ്ങനെയായിരുന്നു. അത് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ മിളക് പൊടി ഇട്ട് തന്ന പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.